Hello everyone, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിന് 9th പാർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. സോ ഈ ബേസിക്സിൽ നിന്നും ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ കറക്റ്റ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡിൻ്റെ മോഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ബൈ കൺസിഡറിങ് the cause of motion, അതായത് what are the driving forces that causes the fluid flow, അതിന് മനസ്സിലാക്കിയിട്ടുള്ള സ്റ്റഡിയാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നടത്തുന്നത്. അപ്പോൾ ഫ്ലോയിങ് ഫ്ലൂയിഡിൽ മെയിനായിട്ട് ഈ ഒരു 5 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ പ്രഷർ ഫോഴ്സ്, ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി, ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ് ആൻഡ് ഫൈനൽ ഫോഴ്സസ് ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി. അതായത് FG, FP, FV, FT ആൻഡ് FC. ഈ 5 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യാനുള്ള സാധ്യത. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സസ് എല്ലാം കൂടി ഒരേ സമയത്ത് ഒരേപോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. പല സിറ്റുവേഷനുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഏതൊക്കെ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് വരുന്നത്. അതുപോലെ തന്നെ ചില സിറ്റുവേഷനുകളിൽ ചില ഫോഴ്സിൻ്റെ പവർ വളരെ കൂടുതലായിരിക്കും. അതായത് ചില ഫോഴ്സസ് പ്രിഡോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ കാണും, ഏതൊക്കെ ഫോഴ്സസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് വരുന്നതെന്നുള്ളത്. സോ ബേസിക് ആയിട്ട് ഫ്ലോയിങ് ഫ്ലൂയിഡിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോഴ്സസ് ഇതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഫ്ലൂയിഡ് എലമെൻറ്റ് ഞാനൊരു ക്യൂബിക് എലമെൻ്റ് ആണ്, എഗെയിൻ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ഒരു ക്യൂബിക് എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിൻ്റെ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സിൻ്റെ എക്സ് ഡയറക്ഷൻ വിൽ ബി ദ സം ഓഫ് ദ ഗ്രാവിറ്റി ഫോഴ്സ്, പ്രഷർ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ടർബുലന്റ് ഫോഴ്സ് ആൻഡ് കംപ്രസിബിലിറ്റി ഫോഴ്സ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ദ നെറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ എ ഫ്ലൂയിഡ് എലമെൻറ്റ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ, ഇറ്റ് ഈസ് വൺ വേർഡ്. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ വരുന്നത്? കംപ്രസിബിലിറ്റി ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് FX നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു FG പ്ലസ് FP പ്ലസ് FV പ്ലസ് FT ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് റെയ്നോൾഡ്സ് ഇക്വേഷൻ ഫോർ മോഷൻ എന്ന് പറയാം. ഇതല്ല കറക്റ്റ് റെയ്നോൾഡ്സ് ഇക്വേഷൻ ഫോർ മോഷൻ എന്ന്, ഇതല്ല. ഇതിൻ്റെ കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ റെയ്നോൾഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡിലാണ് സ്റ്റഡി നടത്തിയത്. സോ അദ്ദേഹം കംപ്രസിബിലിറ്റി ഫോഴ്സിനെ കൺസിഡർ ചെയ്തില്ല, ബാക്കി 4 ഫോഴ്സിനാണ് കൺസിഡർ ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ ആണ്. നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ടർബുലന്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്നാണ് കൺസിഡർ ചെയ്തത്. സോ നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്ലസ് പ്രഷർ ഫോഴ്സ് പ്ലസ് വിസ്കസ് ഫോഴ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഊലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സിനെ 0 ആയിട്ട് എടുത്തു. അതായത് ഐഡിയൽ ഫ്ലൂയിഡ് ആണെന്ന് കൺസിഡർ ചെയ്തു. ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസ് നമുക്കറിയാം, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്ന വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദ വിസ്കസ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് ഊലേഴ്സ് ഇക്വേഷൻ ഫോർ മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് ഈക്വൽ ടു ഗ്രാവിറ്റി ഫോഴ്സ് പ്ലസ് പ്രഷർ ഫോഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഊലേഴ്സ് മൊമെൻറ്റം ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഊലേഴ്സ് മൊമെൻറ്റം ഇക്വേഷൻ ഓഫ് മോഷന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഊലേഴ്സ് ഇക്വേഷനിൽ എങ്ങനെയാണ് ഊലേഴ്സ് എന്തൊക്കെ ഫോഴ്സാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഗ്രാവിറ്റി ഫോഴ്സും അതുപോലെ തന്നെ പ്രഷർ ഫോഴ്സും മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഡെറിവേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ഇതുപോലെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്തത്. അതിൻ്റെ ഡയമെൻഷൻ വന്നിട്ട് DS ആണ് ഉള്ളത്. ഡെറിവേഷൻ ഒന്നും ഫുള്ള് പറയുന്നില്ല, പക്ഷേ ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ഇദ്ദേഹം കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് എലമെൻ്റ് ആണ് ഇൻ എ സ്ട്രീം ലൈൻ. സ്ട്രീം ലൈൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഇതൊരു സ്ട്രീം ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രീം ലൈനിലുള്ള ഒരു ചെറിയൊരു ഫ്ലൂയിഡ് എലമെൻറ്റ് അതിനെയാണ് എൻലാർജ് ചെയ്ത് ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ എലമെൻ്റ് ആണ്. സിലിണ്ടറിക്കൽ എലമെൻ്റ് ഒരു ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് P into P is the pressure ആണെന്നുണ്ടെങ്കിൽ P into DA ആണ്. DA is the area of the small fluid element. അതിനുശേഷം നെക്സ്റ്റ് ഫേസിൽ വരുന്ന ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ്
pressure force ആണ്. So acting normal to the cylindrical phase ആണ്. P plus dou y dou s into ds of dA. ഓക്കെ, അപ്പോൾ ഇത്രയും ഡി എസ് ലെങ്ത് മാറുമ്പോഴേക്കും ഒബ്വിയസ്ലി പ്രഷറിന് ഒരു സ്മോൾ ചേഞ്ച് ഉണ്ടാവും. അതാണ് ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് എല്ലാം കൂടി നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് ഒരു ഇക്വേഷൻ എഴുതാം. ഒബ്വിയസ്ലി ഒരു ഫോഴ്സും കൂടി ഉണ്ട്. ഏതാണ്? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെന്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെന്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ആണ് എ ഇൻറ്റു ഡി എസ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഈ മൂന്ന് ഫോഴ്സുകളെയും പ്രഷർ ഇൻറ്റു ഏരിയ, എഗെയിൻ പ്രഷർ ഇൻറ്റു ഏരിയ, എഗെയിൻ വന്നിട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി, ദാറ്റ് വിൽ ഗീവ് ദ വെയിറ്റ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുമ്പോൾ ഇത് കോസ് തീറ്റയും കൂടി എടുക്കും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ടോട്ടൽ ഫോഴ്സ് കിട്ടും. ദ ടോട്ടൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഈ സ്ട്രീം ലൈൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനാണ്. അത് നമ്മൾ എസ് എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എ എസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ഗീവ് യു ദ മാസ്, ദാറ്റ് ഇസ് റോ ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എസ്. ഡെൻസിറ്റി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എസ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ എലമെൻറ്റ്. അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതാം. അതിനുശേഷം കുറേ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്, ഊലേഴ്സ് മൊമെൻറ്റം ഇക്വേഷൻ. മൊമെൻറ്റം ഇക്വേഷൻ എന്ന് പറയാൻ കാരണം ഇത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വൂലേഴ്സ് മൊമെൻറ്റം ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ബേസിക് ആയിട്ടുള്ള വൂലേഴ്സ് മൊമെൻറ്റം ഇക്വേഷൻ. ഇത് വന്നത് എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലായല്ലോ. ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോഴ്സ് ബാലൻസ് ചെയ്തു. ആ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതി. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി പി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി പ്ലസ് ജി ഇൻറ്റു ഡി എസ് പ്ലസ് വി ഇൻറ്റു ഡി വി ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഊലേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള അസംഷൻ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഐഡിയൽ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓൾറെഡി വൂലേഴ്സ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അസംഷൻ ഇടയ്ക്ക് വെച്ച് എടുത്തതാണ് ഫ്ലോ ഈസ് സ്റ്റഡി എന്നുള്ളത്. നമ്മൾ ഡെറിവേഷൻ കണ്ടില്ല, ആ ഡെറിവേഷൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമാണ് ഫ്ലോ ഈസ് സ്റ്റഡി എന്ന്. അപ്പോൾ എ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്സിലറേഷൻ നമ്മൾ കണ്ടായിരുന്നു. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ഈ ടേം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോ സ്റ്റഡി ആണെന്നുള്ള, നമ്മളല്ല ഊലേഴ്സ് ഫ്ലോ സ്റ്റഡി ആണെന്നുള്ള അസംഷൻ എടുത്തത്. സോ these two are the main assumptions that are used in Euler's momentum equation derivation. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബെർണോളിസ് ഇക്വേഷനിലേക്ക് വരാം. ബെർണോളിസ് ഇക്വേഷൻ ആണല്ലോ നമുക്ക് കുറച്ചും കൂടി പരിചയം ആയിട്ടുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബെർണോളിസ് ഇക്വേഷൻ എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്തത് എന്നുള്ളത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കണ്ട ഊലേഴ്സ് മൊമെൻറ്റം ഇക്വേഷൻ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വൂലേഴ്സിൻ്റെ തിയറിക്കകത്ത് ഏതൊക്കെ ഫോഴ്സസ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് ബെർണോളിസ് ഇക്വേഷനിലേക്ക് വരാം. ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? ഊലേഴ്സ് ഇക്വേഷൻ എന്താണ്? ഡി പി ബൈ ഡെൻസിറ്റി പ്ലസ് ജി ഡി എസ് പ്ലസ് വി ഡി വി ഈക്വൽ ടു 0. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇൻ്റഗ്രേഷൻ ഒന്ന് നോക്കാം. ഇൻ്റഗ്രൽ ഡി പി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി, പി അല്ല കേട്ടോ, ഇത് ഡെൻസിറ്റി ആണ്, പ്ലസ് ജി ഇൻറ്റു ഡി ഇസെഡ് പ്ലസ് വി ഇൻറ്റു ഡി വി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഒബിയസ്ലി ഇൻ്റഗ്രൽ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്, ദാറ്റ് ഈസ് ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ട് എടുക്കാം, ദാറ്റ് ഈസ് 1 ബൈ ഡെൻസിറ്റി ഇൻ്റഗ്രൽ ഡി പി എന്ന് എഴുതാം. അതാണ് പി ആയിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ ജി ഈസ് ഓൾറെഡി എ കോൺസ്റ്റൻറ്റ്, ജി ഇൻറ്റു
ഇസഡ് പ്ലസ് വി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വി ഡി വി എന്ന് പറയുന്നത് എന്താണ്? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, സോ പി ബൈ ഡെൻസിറ്റി പ്ലസ് ജി ഇസഡ് പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ പി ബൈ റോ ജി വി സ്ക്വയർ ബൈ ഇതിനകത്ത് നിന്നാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ബെർണോളിസ് ഇക്വേഷനിലേക്ക് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി കാണാനുണ്ട്, അതൊന്നും നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ നിന്ന് ഇക്വേഷനോടൊപ്പം നമ്മൾ ഡെൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. അതിനോടൊപ്പം ഡെൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പ്രഷർ പി പ്ലസ് റോ ജി ഇസഡ് പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വി സ്ക്വയർ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് ബെർണോളിസ് ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ഇതുവരെ ലാസ്റ്റ് ഫോമിലേക്ക് എത്തിയിട്ടില്ല, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ 3 ടേംസും ഡിനോട്ട് ചെയ്യുന്നത് എനർജിയെ ആണ്. ഓക്കെ, 3 ടേംസും ഡിനോട്ട് ചെയ്യുന്നത് എനർജിയെ ആണ്. എനർജി എങ്ങനെ ഡിനോട്ട് ചെയ്യുമെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടേം ഒന്ന് നോക്കാം, റോ ജി ഇസഡ്. റോ ജി ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? റോ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ബൈ വോളിയം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. എം ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ വോളിയം, അതാണ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വൺ വന്നിട്ട് ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു വി സ്ക്വയർ ആണ്. അപ്പോൾ ഡെൻസിറ്റിയെ നമ്മൾ മാസ് ബൈ വോളിയം എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം വി. ഹാഫ് എം വി സ്ക്വയർ എന്താണ്? കൈനറ്റിക് എനർജി ആണ് പെർ യൂണിറ്റ് വോളിയം എന്ന് എഴുതാം. നെക്സ്റ്റ് ഈ പി എന്ന് പറയുന്നത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് ഈ സൈഡിലത്തെ ഈ ഒരു പിക്കിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം പറഞ്ഞു, അപ്പോൾ അതുകൂടി പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്, ഏതെങ്കിലും ഒരു എലമെൻ്റ് ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. സോ ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ദ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ വർക്ക് തന്നെയല്ലേ നമ്മുടെ എനർജി. ഈ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. സോ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു എക്സ്. ഏരിയ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ടോട്ടൽ വോളിയം ആണ്. ഓക്കെ, ടോട്ടൽ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വോളിയം എന്ന് ടോട്ടൽ എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയമാണ്. ഇതിൻ്റെ ഏരിയ എ ആയിരുന്നു എങ്കിൽ ടോട്ടൽ വോളിയം എത്ര ഇത് കവർ ചെയ്തു എന്നുള്ളതാണ് ഫോഴ്സ് കാരണം. അതിനെയാണ് എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. സോ പി എ നമുക്ക് എങ്ങനെ എഴുതാം? എനർജി ഡിവൈഡഡ് ബൈ വോളിയം എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് മീൻസ് പി ഈസ് ദ പ്രഷർ എനർജി. ഇങ്ങനെ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആക്ട് ചെയ്യുന്നത്, നോർമലായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാണല്ലോ പ്രഷർ. സോ ഇറ്റ് ഈസ് എ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ദാറ്റ് ഇസ് പി പ്ലസ് റോ ജി ഇസഡ് പ്ലസ് ഹാഫ് ഇൻറ്റു റോ വി സ്ക്വയർ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദ സമ്മേഷൻ ഓഫ് ഓൾ എനർജീസ് പെർ യൂണിറ്റ് വോളിയം ബിറ്റ്വീൻ എനി 2 പോയിന്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഹെഡ് ഫോമിലേക്കൊന്ന് മാറ്റാം. ഹെഡ് ഫോം എന്ന് പറയുന്നത് എനർജിയെ എങ്ങനെ നമുക്ക് ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് കോളമായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എനർജിയുടെ ടേമിനെ നമ്മൾ യൂണിറ്റ് വെയിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എനർജിയുടെ ടേമിനെ നമ്മൾ യൂണിറ്റ് വെയിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് റോ ജി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ പി ബൈ റോ ജി പ്ലസ് ഇസഡ്
പ്ലസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 2g ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് പരിചയമുള്ള ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ടേമും നമുക്കൊന്ന് നോക്കാം. സോ പി ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? W ഒമേഗ ആണല്ലോ നമുക്കറിയാം. സോ പ്രഷർ എനർജി പി ബൈ റോ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ഹെഡ്, അതായത് പ്രഷർ ഹെഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 2g, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് ഹെഡ് അല്ലെങ്കിൽ യൂണിറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ഓർ ദ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയാം. ഇത്രയും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിറ്റ് വെയ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്തു അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെർണോളിസ് ഇക്വേഷനിൽ ഓരോ ടേംസും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എനർജി പെർ യൂണിറ്റ് വെയ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു FM-നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിസ്കോസിറ്റിയുടെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷനിൽ തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എനർജി പെർ യൂണിറ്റ് വെയ്റ്റ് ആണ് ബെർണോളിസ് ഇക്വേഷനിൽ ഓരോ ടേമും ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ബെർണോളിസ് ഇക്വേഷൻ. പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് ഇസഡ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നല്ലപോലെ കാണും. ഓക്കെ, അപ്പോൾ ബെർണോളിസ് ഇക്വേഷനിൽ യൂസ് ചെയ്ത അസംഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വൂളേഴ്സ് ഇക്വേഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ വൂളേഴ്സിൻ്റെ അസംഷൻ എല്ലാം തന്നെ ഈ ബെർണോളിയുടെ അസംഷനിലേക്ക് വന്നില്ലേ? സോ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ല, അതായത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആയിരുന്നു, അതായത് വിസ്കോസിറ്റി 0 എന്നുള്ളതായിരുന്നു ഒരു അസംഷൻ. പിന്നെ വൂളേഴ്സിൻ്റെ ഒരു അസംഷൻ ആയിരുന്നു ഫ്ലോ ഈസ് സ്റ്റഡി എന്നുള്ളത്. അതും ഇദ്ദേഹം കടമെടുത്തിട്ടുണ്ട് ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാൻ. പിന്നെ ഇൻകംപ്രസിബിൾ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻകംപ്രസിബിലിറ്റി ഒരു അസംഷൻ ആണ്. ഫൈനൽ എന്ന് പറയുന്നത് ഫ്ലോ ഈസ് ഇർറൊട്ടേഷണൽ എന്നുള്ളൊരു അസംഷൻ കൂടിയാണ്. അപ്പോൾ ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇൻ എ സ്റ്റഡി ഐഡിയൽ ഫ്ലോ of an incompressible fluid, total energy at a point of the fluid is a constant. Okay, total energy എന്ന് പറയുന്നത് pressure energy, kinetic energy, datum energy. It should be not energy, it is head ആവേണ്ടതായിരുന്നു. ഓക്കെ, പ്രഷർ എനർജി ഹെഡ്, കൈനറ്റിക് എനർജി ഹെഡ്, ഡേറ്റം എനർജി ഹെഡിൻ്റെ എല്ലാം കൂടി സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും അറ്റ് എ പോയിന്റ് ഇൻ എ fluid if the flow is steady, ideal and incompressible fluid ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, these energies are energies per unit weight of the fluid are per unit വെയ്റ്റിലുള്ള എനർജിയാണ് ഈ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്കലി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് ഇസഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദിസ് ഇസ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്: എനർജി അറ്റ് എ പോയിന്റ് ഈസ് എ കോൺസ്റ്റന്റ് ഇൻ എ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെഡ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വേറെ വേറെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ 2g പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് കൈനറ്റിക് ഹെഡ് എന്നാണ് പറഞ്ഞത്. കൈനറ്റിക് ഹെഡ് അല്ലെങ്കിൽ ഡൈനാമിക് ഹെഡ് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ടേംസിലായതുകൊണ്ട് വെലോസിറ്റി ഹെഡ് എന്നും വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് ഇസഡ് ആണ്. ഇസഡിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസിലാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഹെഡ് അല്ലെങ്കിൽ ഡേറ്റം ഹെഡ് എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ ഹെഡ് ഇസ് ഈക്വൽ ടു പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് ഇസഡ്, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഒരു ടേം ഉണ്ട് പീസോമെട്രിക് ഹെഡ് എന്നുള്ളത്. പീസോമെട്രിക് ഹെഡ് എന്നുള്ള ആ ഒരു പേര് വരാനുള്ള കാരണം, ജസ്റ്റ് ഇമാജിൻ ഒരു പൈപ്പ് ഇമാജിൻ ചെയ്യുക. ഇതുപോലൊരു പൈപ്പ് ഇമാജിൻ ചെയ്തു. അപ്പോൾ പൈപ്പിലൂടെ ഫ്ലോ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്തു. പീസോമീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്ത് കിട്ടും? ഹെഡ് കിട്ടും. ഹെഡ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റ് വരെയാണ് ഹെഡ് എന്നുണ്ടെങ്കിൽ
അപ്പോൾ ഇത് നമ്മുടെ ഡേറ്റം ആണ്. ഓക്കെ, അപ്പോൾ ഡേറ്റമിൻ്റെ ഒരു ഇസഡ് മുകളിലാണെന്നുള്ളത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഹെഡ് എന്ന് പറയുന്നത് സം ഓഫ് ദ പ്രഷർ ഹെഡ് ഓഫ് ദ ഫ്ലൂയിഡ്, അതായത് P/ρg, അതുപോലെ ഡേറ്റം ഹെഡ് ഇസഡിൻ്റെ ഒരു സം ആയിരിക്കും ഇവിടെ പീസോമെട്രിക്കിൽ എത്ര വാട്ടർ പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്, P/ρg പ്ലസ് ഇസഡ്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു പീസോമീറ്റർ കൊണ്ടിട്ട് ഏത് ഹെഡാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? P/ρg, അതായത് പ്രഷർ ഹെഡും അതുപോലെ ഡേറ്റം ഹെഡും, ഈ രണ്ട് ഹെഡിൻ്റെ സമ്മാണ് നമുക്ക് പീസോമീറ്റർ കൊണ്ട് കിട്ടുന്നത്. പക്ഷെ ആ ഒരു സ്ഥലത്ത് നമ്മളൊരു പീറ്റോഡ് ട്യൂബാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പൈപ്പ് ഫ്ലോ എഗെയിൻ അവിടെ ഒരു പീറ്റോ ട്യൂബ് എൽബോ ഷേപ്പിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ നമ്മുടെ പീസോമീറ്റർ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് ഇവിടെ വരെ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസോമീറ്റർ വയ്ക്കുമ്പോഴേക്കും ഹൈറ്റ് നമുക്ക് ഇത്രയും വരെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ ഹൈറ്റ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ V²/2g ആണ്, അതായത് വെലോസിറ്റി ഹെഡാണ്. ഓക്കെ, അപ്പോൾ ഒരു പീറ്റോ ട്യൂബും കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് ഹെഡിൻ്റെ പേരുകളാണ്, അപ്പോൾ ക്വസ്റ്റ്യനിൽ മാറ്റി മാറ്റി വരും, അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞു എന്നുള്ളത്. സോ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് പീസോമെട്രിക് ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡും കൂടിയാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്നത്തെ വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോ മെഷർമെൻറ്റ് ഡിവൈസസ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ലെങ്തി പോർഷൻ ആയതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്